ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സംഭവം നാളെ നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. വളരെ അധികം സന്തോഷം തോന്നി. കുറച്ചധികം നാളുകളായിട്ട് ഒരു കാത്തിരുന്നൊരു സംഭവം ഇന്നത്തെ പ്രൊമോയിൽ ഉണ്ടായിരുന്നു അല്ലേ. എന്താണെങ്കിലും റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം നമുക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം പത്മയെ അർജുൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് അമ്പാടിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ അഞ്ജലിയെ കൊണ്ടുപോയി. ഇത് അമ്പാടിയുടെ വീടാണെന്നൊന്നും നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് അറിയില്ല. കാരണം അമ്പാടി വലിയൊരു മുതലാളിയാണല്ലോ. അങ്ങനെയാണല്ലോ അഞ്ജലിയുടെ മുമ്പിൽ അമ്പാടിയെ നമ്മുടെ അർജുൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിധത്തിൽ ഒപ്പിച്ച് അവിടെ അഞ്ജലിനെ എത്തിച്ച് അമ്പാടി ആ സമയത്ത് മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് രസകരമായിരുന്ന ആ സംഭവങ്ങളൊക്കെ. എന്താണെങ്കിലും അവിടെ പത്മേനൊക്കെ കണ്ട് അഞ്ജലി തിരിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിൽ ആ സമയത്ത് തന്നെ തരകനസൈ അങ്ങോട്ട് കടന്നു വരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സീൻ നമ്മൾ കണ്ടു. അപ്പോൾ പത്മയെ കണ്ടു കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് ആദ്യം കാട്ടുന്നതും ഇത് തന്നെയാണ് കേട്ടോ. തരകനസൈ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ഈ കുട്ടിയെ കണ്ടോന്ന് കഴിഞ്ഞാൽ പത്മയുടെ ഫോട്ടോ കാണുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അവർ കണ്ടില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മ വന്ന് ശരിക്കും ഞാൻ തരകനസൈയുടെ കൺമുമ്പിൽ വന്ന് പെട്ടുപോകാം കേട്ടോ. അപ്പം തന്നെ ഷോക്കഡായി പോകും തരകനസൈ. പത്മയാണ് പേടിച്ച് ഓടിപ്പോകട്ടോ, പുറകോട്ട് പിന്തിരിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സീനൊക്കെയാണ് നമ്മൾ പുറമേൽ കണ്ടത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് തന്നെ കാത്തിരിക്കേണ്ടി വരും. എന്താണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരുന്ന ആ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്കറിയാം നമ്മളെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താണ്? ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയും അർജുനും തമ്മിലുള്ള ആ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു ഇഷ്ടം ഒന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം തന്നെയാണല്ലേ. അപ്പോൾ നാളെ നമ്മൾ കാണാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊമോയിൽ നമ്മൾ കണ്ടു അഞ്ജലിയുടെ അച്ഛൻ നമ്മുടെ അർജുനോട് അഞ്ജലിയെ കല്യാണം കഴിക്കണം, ഈ ഒരു ആലോചനയായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ അർജുനോട് പറയുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് അർജുൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയല്ലേ പ്രൊമോയിൽ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അർജുനും അച്ഛനും തമ്മിലൊക്കെ സംസാരിക്കുക എന്ന് നാളെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ വലിയൊരു ആശങ്ക അതിനുശേഷം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അർജുൻ ആരുടെ മകനാണ്? അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രുവായ രാഘവനുണ്ണിയുടെ മകൻ. അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ എന്തൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്കൊരു ഒത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. എന്താണെങ്കിലും അഞ്ജലി അത് ഏത് രീതിയിലായിരിക്കും എടുക്കുക? അഞ്ജലിയുടെ അച്ഛൻ അതുപോലെ അഞ്ജലിയുടെ അമ്മ ഇവരൊക്കെ ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ അഞ്ജലിയുടെ മനസ്സെന്തായിരിക്കും? ഇങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു അതായത് രാഘവനുണ്ണിയുടെ മകനാണ് അർജുൻ എന്നറിയുമ്പോൾ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരും കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.